ഉറങ്ങിയില്ലേ? ദാ രണ്ട് കുഞ്ഞുവാവയും ഉറങ്ങി എണീറ്റു. ഇനി കുഞ്ഞുവാവളുടെ കൂടെ കളിക്കാട്ടോ. അതെ മൈനക്കുട്ടി, ഈ കുഞ്ഞുവാവകളുടെ പേര് നിനക്കറിയോ? ഇത് അമ്മു, അത് ആദി. അമ്മു, ആദി. ദാ അമ്മുക്കുട്ടി മമ്മന്നൊക്കെ പറയണോ? അഞ്ജലി, ഉണ്ണിക്ക് ചോറ് കൊടുക്കട്ടെ ഞാന്? വേണ്ട കയ്യില്, അവള് വെറുതെ പറയാണ്. ചോറ് കാണുമ്പോ മമ്മ മമ്മെന്ന് പറയും, പക്ഷെ കൊടുത്താ കഴിക്കില്ല. നീ കഴിക്കി. അത് ശരി, മൈനക്കുട്ടിനെ പോലെ തന്നെ. മൈനക്കുട്ടി അങ്ങനെ തന്നെ, മമ്മ വേണമെന്നൊക്കെ പറയും. ശരി, എന്നാ കുട്ടിക്ക് വിശക്കണമെന്നും പറഞ്ഞ് ചോറെടുത്ത് കൊടുക്കാന്ന് നിൽക്കുമ്പോ കഴിക്കില്ല, എന്നിട്ട് കളിക്കാൻ പോകും. എന്തൊക്കെയാ പറയുന്നവള്? ഓ, അവൾ ഇങ്ങനെ തന്നെ കയ്യിലേ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും. ഒരു മിനിറ്റ് സൗണ്ട് ഇടാതെ ഇരിക്കില്ല. കാക്കു വായിൽ വരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ആദ്യകുട്ടി നേരെ തിരിച്ചാണെന്നാ തോന്നുന്നത്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നല്ല കുട്ടി പോലെ ഇരിക്കുന്ന ആള്. ഓ, പിന്നെ ഒരു നല്ല കുട്ടി. ഇവനാണ് മൊത്തം കേട്. അവള് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നല്ലാതെ ഒരു കേടും കാണിക്കില്ല. പക്ഷെ ഇവനോ മിണ്ടാതെ ഇരിക്കും, പക്ഷെ എല്ലാ കേടും കാണിച്ചു വെക്കും. പിന്നെ ഉറങ്ങി അണിച്ചതല്ലേ, ഇനി കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനി പിന്നെ ചിരിച്ച് കളിക്കണമെങ്കിലേ കുറച്ച് മൂഡ് ശരിയാവണം. ശരി കൈലേ, നീ കഴിക്കി. മൈനക്കുട്ടിക്ക് കുറച്ച് വാരി കൊടുത്തിട്ട് നീ കഴിക്കി. ഓ, അവൾ ഇതൊക്കെ കഴിച്ചിട്ടൊന്നും പറയണ്ട, ഒന്നും കഴിക്കില്ല വെറുതെ. പിന്നെ എന്തിനാ ഇത്രയൊക്കെ നീ ഉണ്ടാക്കിയത്? ഞാൻ വന്നത് കൊണ്ട് പാവം നിനക്കും പണിയായില്ലേ? ഓ, എന്താ പണി? ഇല്ലെങ്കിലും വീട്ടിൽ ഇപ്പൊ ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, എല്ലാം ചെയ്യണം. ഇപ്പൊ നീ വന്നപ്പോ ശരി കുറച്ച് നോൺ വെജ് എടുത്തിട്ട് ഒരു 2 ചപ്പാത്തി ഇട്ടു, അത്രയല്ലേ. ഇത് വലിയ പണിയൊന്നുമല്ല. നീ എപ്പോഴെങ്കിലൊക്കെയല്ലേ വരുന്നത്. നീ കഴിക്കയില്ലേ? ശരി അഞ്ജലി. എന്റെ വീട്ടിൽ നല്ല കറി മണക്കണല്ലോ. ഇറച്ചിക്കറിയാണെന്നാ തോന്നുന്നേ. എപ്പോഴും ഈ വീട്ടില് സാമ്പാറല്ലേ ഉണ്ടാവുക? ഇന്നെന്താ ഇറച്ചിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നേ? ഓ, അത് ശരി, അവളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടോ? അതല്ലേ നോക്കിയത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു സാമ്പാറും പിന്നെ കടം തെളിക്കാൻ വേണ്ടി ഒരു ഉപ്പേരിയല്ലേ വെക്കുവല്ലോ. ഇന്നെന്താ ഇറച്ചിയൊക്കെ എടുത്തിരിക്കണം അവള്? ഇവിടെ കൂട്ടുകാരി വരുമ്പോ മാത്രം ഇറച്ചി എടുത്ത് വെക്കണോ? എന്നാ പിന്നെ വീട്ടിലുള്ള ഒരു തലമ്മയ്ക്ക് കുറച്ച് വായിക്ക് രുചിയായിട്ട് ഇറച്ചി എടുത്ത് ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഇല്ല. ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇതുകളെ എല്ലാം തിന്ന് തീർത്താ? അല്ല കുറച്ച് എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ടോ എന്താ അറിയില്ലല്ലമ്മ. എന്റെ അമ്മ വേഗം പോയി അടുക്കളയിൽ പോയി നോക്കണം, ഇല്ലെങ്കിലേ ഇതുകളെ എനിക്കൊന്നും ബാക്കി വെക്കില്ല. വേഗം പോയി തിന്നണം. എടി, ഇവള് പാവം അത് കണ്ടിട്ട് മമ്മ മമ്മന്നാ പറയണേ. കുറച്ചെങ്കിലും കൊടുക്കടി. അയ്യോ, ഈ അമ്മന്റെ ഒരു കാര്യം. ശരി, ഞാൻ കൊടുക്കാം, നീ കഴിക്കി. എടി അഞ്ജലി, ഇപ്പൊ രണ്ടുപേർക്ക് എത്രയായി? അപ്പൊ 7 കഴിയാറായിടി. അതപ്പോഴാ ജനിച്ച പോലെ ഉണ്ട്. അപ്പോഴേക്ക് 7 മാസമായോ? ഇനിയിപ്പോ ഒരു 5 മാസം കൂടി കഴിഞ്ഞാലേ രണ്ടുപേർക്ക് ഹാപ്പി ബർത്ത്ഡേ വരും. ഹാപ്പി ബർത്ത്ഡേ മൈനക്കുട്ടി. ഇവർക്ക് ഇപ്പോഴല്ല ഹാപ്പി ബർത്ത്ഡേ, ഇനിയും 5 മാസം കഴിഞ്ഞാൽ തന്നെ ഹാപ്പി ബർത്ത്ഡേ വരും. എന്താ മൈനക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞാൽ ഇഷ്ടമാണോ? അതെ അഞ്ജലി, ഇവൾക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ, ബലൂണ്, കേക്ക് മുറിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടിവിയിലൊക്കെ കേക്ക് കണ്ട അപ്പ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും. പക്ഷെ പാവം ഇവൾക്കാണ് ഒന്നാമത്തെ പിറന്നാൾ ആഘോഷിച്ചേ ഇല്ല. കാരണം അമ്മായിയമ്മ മരിച്ചില്ലേ, അതിന്റെ ശേഷം ഇനിയിപ്പോ 1 വർഷം തികയാതെ പിറന്നാളൊന്നും ആഘോഷിക്കണ്ടെന്നും പറഞ്ഞ് 1ാം പിറന്നാൾ ആഘോഷിച്ചില്ല. ഇനി 2ാം പിറന്നാൾ തന്നെ കുറച്ച് നല്ലപോലെ ആഘോഷിക്കണം. അത് ശരി. ശരി പോട്ടെ. ഇനിയിപ്പോ ഇവൾക്ക് 2ാം പിറന്നാൾ ആവുമ്പോഴേക്കും അമ്മയ്ക്ക് 1 വർഷം തികയില്ലേ. അതിന്റെ ശേഷം എല്ലാവരെയും വിളിച്ച് നല്ല ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ആഘോഷിക്കാം കേട്ടോ. അതെ, മൈനക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കാട്ടോ. അയ്യോ എടി, ആദ്യം കരയുന്നുടി. അയ്യോ ഒന്നുമില്ല, അവൻ ചൂച്ചൊഴിച്ചതാ, അതിനാ കരയുന്നു. എടാ കള്ള, അമ്മന്റെ മേലെ ചൂച്ചു പോയതിന് അമ്മയല്ലടാ കരയേണ്ടത്, നീ എന്തിനാടാ കരയുന്നേ? എടി സാറാ. എന്താ ഇഷു? സാറാ, എനിക്ക് എന്തോ പോലെയുണ്ട്. ക്ലാസ് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ പോട്ടെ? എന്താ ഇഷു? ക്ലാസ് കഴിയുന്ന ഇനി 1 മണിക്കൂറല്ലേ ഉള്ളത്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേ. ഇല്ല സാറേ, എനിക്ക് നല്ലോണം തലവേദനിക്കുന്നുണ്ട്.
എനിക്ക് ഇനി കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പോണൂട്ടാ. ശരി, എന്നാ ഞാനും വരട്ടെ. സാറാ, ഞാൻ ചോദിച്ചാൽ തന്നെ ആ മാം ഇപ്പൊ വിടുവോന്ന് അറിയില്ല. ഇനിയിപ്പോ നമ്മ രണ്ടുപേരും കൂടി ചോദിച്ചാൽ എന്തായാലും വിടില്ല. ശരി ശരി, എന്നാ നീ പോയിട്ട് വാ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പൊയ്ക്കോളാം. ശരി സാറാ. എന്താ അത് നേരത്തെ എത്തിയല്ലോ? അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ചെറുതായിട്ടൊരു തലവേദന, അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. അത് ശരി, നിങ്ങൾ ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? അത് സാറിനെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. അതിന് ഇനി ക്ലാസ് കഴിയാൻ 1 മണിക്കൂർ ഉണ്ടല്ലോ. ഇത്ര നേരത്തെ വന്നിരിക്കണേ? അത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയമായെന്നാ വിചാരിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് സമയം നോക്കിയത്. ഇനിയും 1 മണിക്കൂറുണ്ട്. ശരി, കുഴപ്പമില്ല, കുറച്ചു നേരം നിൽക്കാലെന്ന് കരുതി നിന്നതാ. ശരി. പിന്നെ ഇയാൾക്ക് തലവേദന ഒന്നും പറഞ്ഞില്ലേ? എന്തു പറ്റി? ഞാൻ ഡോക്ടറാണ്, ഞാൻ നോക്കട്ടെ. ഒന്നും വേണ്ട, എന്റെ തലവേദന വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചാൽ മാറിക്കോളും. സൂപ്പറാന്നേ. ഞാനും നിങ്ങളെ പോലെ തന്നെ തലവേദന വന്നാൽ മരുന്നൊന്നും കഴിക്കില്ല. ഒരു നല്ല ഇഞ്ചി ചായ വെച്ച് കുടിക്കും. അപ്പം എന്റെ തലവേദന അപ്പം മാറിക്കോളും. ഇവിടെ അടുത്ത് എനിക്ക് അറിഞ്ഞ ഒരു കടയുണ്ട്. ഇഞ്ചി ചായ അടിപൊളിയായിട്ടുണ്ടാകും. നമുക്ക് രണ്ടുപേർക്കും പോയി കുടിച്ചാലോ? ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. അയ്യോ, അങ്ങനെ പറയല്ലെന്നേ. ഒരു ചായ കുടിക്കാൻ എത്ര നേരം വേണം? ആകെ ഒരു 5 മിനിറ്റ് പോരെ. പിന്നെ അതുമല്ലാതെ ക്ലാസ് കഴിയാൻ ഇനി 1 മണിക്കൂറുണ്ട്. അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം. പിന്നെ നിങ്ങൾ ഇത്ര നേരത്തെ വീട്ടിൽ പോയാൽ എന്താ നേരത്തെ വന്നെന്നും ചോദിക്കില്ലേ? അതുകൊണ്ട് നമുക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും സമയമാകും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ പോകാനും കുഴപ്പമില്ല, എനിക്കും സാറിനെ കൂട്ടിയിട്ട് വീട്ടിൽ പോകാം. എന്താ? അയ്യോ, ഒരുപാട് ആലോചിക്കണ്ടെന്നേ. ഒരുപാട് ആലോചിച്ച തലവേദന കൂടും. വരൂ, ചായ കുടിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇഞ്ചി ചായ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾ കുടിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, ഐഷ കുടിച്ചോളൂ. അതെന്താ? നിങ്ങളും കുടിക്കി? അല്ല, വേണ്ട, നിങ്ങൾ കുടിക്കൂ. അതല്ല, നിങ്ങളെ കാണാൻ വെച്ച് കുടിച്ച എനിക്ക് വയറ് വേദനിക്കില്ലേ? ഹലോ, ഞാൻ അങ്ങനെ കണ്ണൊന്നും വെക്കില്ലെന്നേ. കുടിക്കി. അയ്യോ, ഞാൻ നോമ്പാണെന്നേ. നോമ്പ് തുറക്കാതെ ഒന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ കുടിക്കൂ. സോറി. അത് കുഴപ്പമില്ല, കുടിക്കി. ஒரு வார்த்தை பேசாமல் என்னை பாரடி, இந்த நிமிடங்கள் நீளட்டுமே. வேறேதும் நினைக்காமல் விழி மூடடி, இந்த நெருக்கங்கள் தொடரட்டுமே. யாரும் பார்க்காமல் என்னை பார்க்கிறேன், என்னை அறியாமல் உன்னை பார்க்கிறேன். சிறு பிள்ளை என எந்த இமைகள் அது உன்னை கண்டாலே குதிக்கின்றது. അയ്യോ, സമയം 5:15 ക്ലാസ് കഴിഞ്ഞ് 1/4 മണിക്കൂറായി. സാറ് അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. അവളെന്തിനാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അവള് വീട്ടിൽ പോയിട്ടുണ്ടാവും. അവളെങ്ങനെ പോവും? അവളുടെ ഒരു സ്കൂട്ടി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സാറിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നെന്നും പറഞ്ഞത്? അത് ഹോസ്പിറ്റലിൽ ഒരു ചെറിയ വർക്ക് ഉണ്ട്. ഞാൻ പിന്നെ കാണാം ട്ടോ.